प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. വളരെ സെറ്റ് ആയിട്ട് നമുക്ക് പബ്ലിക് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ. യെസ്, എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഗതിവിധി? എന്താണ് ഈ സൂചന നിങ്ങൾക്ക് തരും? നാളത്തെ പരീക്ഷയിൽ ഒരു സൂചന പോലെ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സൂചന നമുക്ക് നോക്കാം. സങ്കേത് പടേ ഓർ പ്രശ്നോं के उत्तर लिखे. അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അഥവാ ചോദ്യങ്ങളാണ് അല്ലേ, ചോദ്യങ്ങൾ. അതേപോലെ ഉത്തർ എന്ന് പറഞ്ഞാൽ ഉത്തരം. അപ്പോൾ നമുക്ക് താഴെ നോക്കണം, എന്തോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത് ആദ്യം എന്താണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അത് വായിച്ച് നോക്കണം. നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് നോക്കാം. നാം അല്ലേ, എന്താ നാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. നെയിം അല്ലേ, നെയിം എന്താണ്? ജവഹർലാൽ നെഹ്റു. അപ്പം നെയിം എന്ന് തന്നിട്ട് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? ജവഹർലാൽ നെഹ്റു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേ. ഇനി രണ്ടാമത് നോക്കേ, ജന്മ. എന്താ ജന്മ? ബോൺ അല്ലേ, ജനനം. അതും നമ്മൾ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു. എവിടെയാണ് ജനനം? ഇലഹബാദ് മേം. അപ്പോൾ ഇലഹബാദിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് തന്നിട്ട് നോക്കൂ, മാതാ. മാതാ പറയുമ്പോൾ മദർ. അതേപോലെ ഇവിടെ പിത എന്നും തന്നിട്ടുണ്ട്, മാതാ ഓർ പിത. അപ്പോൾ മാതാവ് ആരാണ്? സ്വരൂപ് റാണിയാണ് അല്ലേ, സ്വരൂപ് റാണി. അപ്പം മാതാവിൻ്റെ പേര് നമുക്ക് കിട്ടി. ഇനി പിത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിത ആരാണ്? മോത്തിലാൽ നെഹ്റു. അപ്പം മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഭാരത് കെ പ്രഥമ പ്രധാനമന്ത്രി. ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അതും നമുക്ക് തന്നിട്ടുണ്ട്. ബച്ചേ പ്യാർ സേ. നിങ്ങളെപ്പോലുള്ള സുന്ദരന്മാരും സുന്ദരികളുമായ ആളുകളൊക്കെ വിളിച്ചിരുന്നു എന്ത്? ചാച്ചാജി ബുലാത്തെ. ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പം നമുക്ക് തന്ന സൂചകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു. എന്തെല്ലാമുണ്ട്? നെയിമുണ്ട്, അതേപോലെ ജന്മുണ്ട്, മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരുണ്ട്, അഥവാ അച്ഛൻ്റെയും അമ്മയുടെയും പേരുണ്ട്, അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഈ ചാച്ചാജിയും നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഒന്ന് പെൻസിലേറ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നാളത്തെ പരീക്ഷയിൽ ചോദ്യം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മളോട് പറയുന്നുണ്ട്, എന്താണ് ആ ചോദ്യം? നെഹ്റുജി കോ ബച്ചേ പ്യാർ സേ ക്യാ ബുലാത്തെ ഹേ. നെഹ്റുജുവിനെ, അതായത് ജവഹർലാൽ നെഹ്റുവിനെ, ബച്ചേ കുട്ടികൾ അല്ലേ, കുട്ടികൾ, പ്യാർ സേ സ്നേഹത്തോടെ, സ്നേഹത്തോടെ എന്താ പറഞ്ഞത്? ക്യാ ബുലാത്തെ ഹേ, എന്താണ് വിളിച്ചത്? എളുപ്പല്ലേ, എളുപ്പല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉത്തരം വന്നില്ലേ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നില്ലേ? എന്താണ് വിളിച്ചിട്ടുള്ളത്? യെസ്, നോ ഡൗട്ട്. അവസാനം നമുക്ക് തന്ന സൂചകത്തിലുണ്ട് എന്ത്? ചാച്ചാജി. കണ്ടോ, ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഉത്തരം? കുട്ടികൾ ബച്ചോ പ്യാർ സേ ചാച്ചാജി ബുലാത്തെ അല്ലേ, കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തേൻ്റെ ഉത്തരം കിട്ടി, ചാച്ചാജിയാണ്. നോ ഡൗട്ട്, ഒരു മാർക്ക് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. നെഹ്റുജിക്ക് പ്രൊഫൈൽ തയ്യാർ കരേ. നെഹ്റുജീവിൻ്റെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൂചകങ്ങളൊക്കെ നമ്മൾ ആദ്യമേ വായിച്ചു. ഇനി സിമ്പിളാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ നമ്മൾ ആദ്യം മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരക്കുന്നു. അതിന് നമ്മളുടെ കയ്യിൽ സ്കെയിലും പെൻസിലും വേണം. അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് തന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാൻ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ജന്മം ഇവിടെ തന്നിട്ടുണ്ട്, മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് തന്നിട്ടുണ്ട്, പിന്നെ കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് എഴുതലെങ്ങനെ? ആദ്യം എൻ്റെ മക്കൾ നോക്കിക്കോ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ആരെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്? നമ്മളിവിടെ എഴുതി ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? ചാച്ചാജി എന്നും കൂടി ഒന്ന് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായി. ഇനി രണ്ടാമതായി ജനനം ഇലഹബാദ് മേം. ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് ഒന്നും എടുത്ത് എഴുതിയില്ല, ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ എടുത്ത് എഴുതിയതാ. മൂന്നാമതായി മാതാപിത എന്ന് കൊടുത്തിട്ട് മോത്തിലാൽ നെഹ്റു ഓർ സ്വരൂപ് റാണി എന്ന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ മാതാ എന്ന് പറഞ്ഞിട്ട് സ്വരൂപ് റാണി എന്നും പിത എന്ന് പറഞ്ഞിട്ട് മോത്തിലാൽ നെഹ്റു എന്നും സെപ്പറേറ്റ് രണ്ടും രണ്ടായിട്ട് തന്നെ കൊടുക്കാം.
അവസാനമായിട്ട് കാര്യക്ഷേത്രേ എന്താണ് ഭാരത് കെ പ്രഥമ പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ് അഥവാ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇത്തരത്തിൽ എൻ്റെ മക്കൾ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ 4 മാർക്ക് നിങ്ങളെ കാത്തിരിക്കും. ആദ്യം നിങ്ങൾ ചാച്ചാജി എന്ന് എഴുതിയതിന് 1 മാർക്കും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ടോട്ടൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കാണ് അഥവാ 5 ആണ്. 5 മാർക്ക് നിങ്ങളെ കാത്തിരിക്കും. സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ളൊരു ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ എഴുതി ഈ ആക്ടിവിറ്റിയുടെ 5 മാർക്കും എൻ്റെ മക്കളും നേടണം. 1 മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. ചോദ്യപേപ്പറിൽ തന്നെ ഈ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നാളത്തെ ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എൻ്റെ മക്കൾ ചോദ്യം വായിച്ചു നോക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട പണി. സെറ്റല്ലേ? അപ്പോൾ നാളത്തെ പരീക്ഷയിൽ ഇതേപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നാണ് സാർ ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി വെക്കുക. നാളത്തെ പരീക്ഷയിൽ ഏത് ചോദ്യം വന്നാലും എൻ്റെ മക്കളെ എഴുതണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഓക്കെ അല്ലടാ? ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോ, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് നാളത്തെ പരീക്ഷ സെറ്റ് ആകണം. ഓൾ ദ വെരി ബെസ്റ്റ്. അനസ് സാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.